എടേ ഷിബുവേ, നിനക്കിപ്പോ സ്റ്റേജ് പ്രോഗ്രാം ഒന്നും ഇല്ലേടേ? അപ്പൊ എന്നാ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? 5-6 കൊല്ലങ്ങൾക്ക് മുമ്പ് 2 പ്രളയം, അത് കഴിഞ്ഞ് ഇതാ നടക്കുന്ന 2 വർഷം കൊറോണ. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞ് സ്റ്റേജിൽ ചെല്ലുമ്പോഴത്തേക്ക് ഒടുക്കത്തെ മൈക്ക് നിയന്ത്രണം. രാത്രി 10 മണി കഴിഞ്ഞാലേ പരിപാടി പാടില്ലെന്ന്. ആ നിയമം മാറ്റിയെന്നോ മാറ്റാൻ പോണെന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ. എന്നാലും സാറന്മാരങ്ങ് വരും എന്തെങ്കിലും കാര്യം പറഞ്ഞ് പരിപാടി നിർത്താൻ. കോടതിയും പോലീസിനെയും കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അത്രത്തോളം ഉണ്ട് ഉത്സവപ്പറമ്പിലെ സൗണ്ട്. മാത്രമല്ല, ഒരു ഗാനമേള ഉണ്ടെങ്കിൽ അവിടെയും കൊണ്ടുവന്നിറക്കും 2 ലോഡ് സൗണ്ട്. ഇതെല്ലാം കൂടെ കേട്ടാൽ നെഞ്ചിടിച്ച് ചാവും. അതുകൊണ്ടായിരിക്കും ഏതോ ഒരൽപ്പൻ കോടതി കൊണ്ടുവന്ന് കേസ് കൊടുത്തു. അതേ അനുഭവമുള്ള ഏതോ ന്യായാധിപൻ ഉടനെ ഇങ്ങനെ വിധിക്കുകയും ചെയ്യും. ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് സംഘടനകളൊന്നുമില്ലേ? ഉണ്ട്, ഇഷ്ടം പോലെ സംഘടനകളുണ്ട്. ആ സംഘടനകളുണ്ട്, അതിൻ്റെ ഭാരവാഹിക്ക് കൊള്ളാം. പ്രസിഡന്റും സെക്രട്ടറി ആയിട്ടൊക്കെ ഇരുന്ന് ഷൈൻ ചെയ്യാം. എന്തായാലും ഞങ്ങൾ പാവം കലാകാരന്മാരുടെ വയറ്റം. അതാ കാരണം കലയെ സ്വന്തം വയറ്റുപിഴപ്പിന് വേണ്ടി കൺകെട്ട് വിദ്യയാക്കി മാറ്റിയത് കൊണ്ടാണ് കലാദേവത നിങ്ങളെ കൈവിട്ടത്. മഴുവെറിഞ്ഞുണ്ടായതല്ല, കലയും സംസ്കാരവും വഴിയാണ് ഇന്നത്തെ കേരളം രൂപപ്പെട്ടത്. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ. ആ ഇരുണ്ട യുഗത്തിൽ നിന്ന് കേരളീയ സമൂഹത്തെ വെളിച്ചത്തിലേക്ക് നയിച്ച പ്രധാന ഘടകങ്ങൾ നമ്മുടെ ഉത്സവ വേദികളിലും മറ്റും നിറഞ്ഞാടിയ നാടകങ്ങളും കഥാപ്രസംഗങ്ങളും തന്നെയാണ്. എന്തിന്? ഒരൊറ്റ നാടകം കൊണ്ട് ലോക ജനശ്രദ്ധ തന്നെ പിടിച്ചു പറ്റിയ നാടാണ് നമ്മുടെ കേരളം. ആ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരെല്ലാം ഒറ്റക്കെട്ടോടെ ഒത്തൊരുമയോടെ പോരാടിയാൽ ചിലപ്പോൾ ഈ മൈക്ക് നിരോധന നിയമത്തിനൊക്കെ ഒരു മാറ്റമുണ്ടായേക്കാം. ആഹാ, എത്ര സുന്ദരമായിരുന്നു നമ്മുടെ ഉത്സവവേദികൾ, ആ വേദികളിലെ കലാപരിപാടികൾ. അടുത്ത ബെല്ലിന് നാടകം ആരംഭിക്കും. ഹലോ 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 ഹലോ